ഹലോ കൂട്ടുകാരെ, പാവയ്ക്കാന്ന് കേട്ടാൽ നമ്മുടെ നാവിൽ മുഖത്തൊക്കെ ഒരു കയ്പ്പായിരിക്കുമല്ലേ? പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്പ്പയ്ക്ക കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 8-10 ഉള്ളിയും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് എടുക്കാം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊരു ഗോൾഡ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ പാവയ്ക്ക മെഴുക്കുപുരട്ടിയും കൂട്ടിയിട്ട് നമുക്ക് ഒരു പിടി പിടിക്കാം കേട്ടോ.